നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ രാംവൃക്ഷഭേനിപുരി എഴുതിയ സുഭാൻ ഖാൻ എന്ന ഒരു കഥ എടുത്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗമായിരുന്നു എടുത്തത്. അതിൽ സുഭാൻ ഖാൻ എന്ന കഥാപാത്രത്തെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും മറ്റൊക്കെ കുറച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ കഥയിലൊരു കഥാപാത്രമായിട്ടൊരു കൊച്ചുകുട്ടി. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കൽപ്പണിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയായിരുന്നു സുഭാൻ ദാദ. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യം സുഭാൻ ദാദയുടെ രൂപത്തെക്കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം, എങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകാരം എന്നതിനെക്കുറിച്ച് പറയാം. കേട്ടോ. ലംബ ചൗഡ തഗഡ ഹെ ബധൻ ഇൻക. ലംബ ചൗഡ, ലംബ നീളമുള്ള, ചൗഡ വീതിയുള്ള, തഗഡ ബലമുള്ള. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൈറ്റും വെയ്റ്റുമുള്ള, നല്ല ബലമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ബദൻ, ശരീരമായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും നല്ല ഹൈറ്റും നല്ല വെയ്റ്റും അതിനനുസരിച്ചിട്ട് നല്ല ആരോഗ്യം, നല്ല ഉറച്ച ശരീരവുമുള്ള ഒരു മനുഷ്യനായിരുന്നു സുഭാൻ ഖാൻ. പേശാനി ചൗടി, അദ്ദേഹത്തിൻ്റെ പേശാനി നെറ്റിത്തടം എങ്ങനെയുള്ളതാ? ചൗടി, നല്ല വീതിയാർന്ന നെറ്റിത്തടം. ആംഖോം കെ കോനേമേ കുച്ച് ലാലി. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്. ആംഖോം കെ കോനേമേ, കണ്ണുകൾക്ക് ചുവട്ടിലായിട്ട് അല്ലെങ്കിൽ കണ്ണുകൾക്ക് ചുറ്റും കുച്ച് ലാലി, ചുവന്ന നിറം. ചില ആളുകൾക്ക് ഉണ്ടാവും, അപൂർവമാണ് അങ്ങനെ. അപ്പോൾ കണ്ണുകൾക്ക് ചുറ്റും കുച്ച് ലാലി, ലാലി എന്ന് പറഞ്ഞാൽ ചുവപ്പ്. അപ്പോൾ ഒരു ചുവപ്പ് നിറം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അവർ പുത്തലിയോമേ കുച്ച് നീലേപ്പൻ കി ഝലക്. പുത്തലി, പുത്തലി എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി എങ്ങനെയാണ്? കുച്ച് നീലേപ്പൻ, നീല നിറത്തിൽ, ഝലക് അങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിരുന്നു. നാക്ക് അസാധാരൺ ഢങ്ക് സേ നുക്കീലി. നാക്ക്, മൂക്ക്. അദ്ദേഹത്തിൻ്റെ മൂക്ക് അസാധാരൺ ഢങ്ക് സേ, അസാധാരണമായ വിധത്തിൽ, സാധാരണ ആളുകൾക്കില്ലാത്ത വിധത്തിൽ, നുക്കീലി, നുക്കീലി എന്ന് പറഞ്ഞാൽ നീണ്ട് വളഞ്ഞ് നല്ല കാണാൻ അഴകുള്ള ഭംഗിയുള്ള രൂപത്തിലായിരുന്നു. നല്ല അഴകാർന്ന മൂക്കായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ധാടി സഖൻ. അദ്ദേഹത്തിൻ്റെ താടി എങ്ങനെയായിരുന്നു? സഖൻ, നല്ല ഇടതൂർന്ന നല്ല തിക്കായിട്ടുള്ള താടി. ഇത്തനി ലംബിക്ക് ഛാത്തി തക്ക് പഹൂഞ്ച് ജായി. ഇനി ആ താടി ഇത്തനി ലംബി, നല്ല നീളമുള്ളതാണ്. ആ നീണ്ട താടി ഛാത്തി തക്ക്, ഛാത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ച്, അപ്പം മാറ്, അപ്പം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ അതുവരെ ആ നീണ്ട താടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. വഹ് ഛാത്തി ബുഢാപ്പേ മേം ഭി ഫൈലി ഫൂലി ഹുയി ഹെ. ഇനി ഉസ്കി ഛാത്തി, അദ്ദേഹത്തിൻ്റെ ചെസ്റ്റ് അല്ലെങ്കിൽ മാറിടം, നെഞ്ച്, അത് ബുഢാപ്പേമേ, ഈ വാർദ്ധക്യത്തിലെത്തിയിട്ട് പോലും ഫൈലി ഫൂലി ഹുയി ഹെ. ഫൈലി ഫൂലി എന്ന് വെച്ചാൽ വിരിഞ്ഞ്, എന്ന് വെച്ചാൽ നല്ല വിരിഞ്ഞ നെഞ്ച്, വിരിഞ്ഞ മാറിടം എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലെ ഈ വാർദ്ധക്യത്തിലെത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഛാത്തി ഫൈലി ഫൂലി ഹെ, നല്ല വിരിഞ്ഞ നെഞ്ചായിരുന്നു. സിർപ്പർ ഹമേഷാഹി ഏക്ക് ദുപ്പലിയ തൊപ്പി പഹനെ ഹോത്തെ. ഇനി അദ്ദേഹം സിർപ്പർ, തലയിൽ, ഹമേഷ എപ്പോഴും, ഏക്ക് ദുപ്പലിയ തൊപ്പി, ദുപ്പലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തട്ടുകളുള്ള ഒരു തൊപ്പി എപ്പോഴും പഹൻതേഹോ, തലയിൽ അണിയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, തലയിൽ രണ്ട് തട്ടുകളുള്ള തൊപ്പി വെച്ചിട്ടുണ്ടാവും എപ്പോഴും. ബദൻ മേ നീം സ്ഥീൻ, ബദൻ ശരീരത്തിൽ, നീം സ്ഥീൻ, നീം സ്ഥീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് കോട്ട്. അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ട് അണിയല്ലോ. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ ആണുങ്ങളൊക്കെ കോട്ട് അണിയും അവരുടെ വസ്ത്രത്തിൻ്റെ മേലെ. അപ്പോൾ അതും എങ്ങനെയുള്ള കോട്ടാണ്? ഒരു ഹാഫ് കോട്ട്. നിങ്ങൾ സിനിമയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും ഹാഫ് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അതേപോലെ നീം സ്ഥീൻ, നീം സ്ഥീൻ എന്ന് പറഞ്ഞാൽ പകുതി, ശരീരത്തിൻ്റെ പകുതി ഭാഗത്ത് മാത്രമുള്ള കോട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാഫ് കോട്ടും അണിഞ്ഞിട്ടുണ്ട്. കമർ മേ കച്ചേവാലി ധോത്തി. ഇനി കമർ, അരയിൽ അദ്ദേഹം കച്ചേവാലി ധോത്തി, കച്ചേവാലി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉള്ള ധോത്തി, മുണ്ട് ഉടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷം മുണ്ടാണ്. അവരുടെ നമ്മൾ ഉടുക്കുന്ന പോലെയല്ല അവരുടെ മുണ്ട് ഉടുക്കുന്ന രീതി, വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ മുണ്ട് ഉടുത്തിട്ടുണ്ട്. പൈർമേം ചമ്രൗന്ദ ജൂത്ത. പൈർമേ, കാലിൽ, ചമ്രൗന്ദ ജൂത്ത, ചമ്രൗന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുകൽ വെച്ചുകൊണ്ടുള്ള ജൂത്ത, ചെരുപ്പ്. കാലിൽ തുകലിൻ്റെ ചെരുപ്പ്. ചെഹരസെ നൂർ ടപക്ത. അദ്ദേഹത്തിൻ്റെ ചെഹര, മുഖത്ത് നിന്ന്, നൂർ എന്ന് പറഞ്ഞ പ്രകാശം,
ടപക്കന എന്ന് പറഞ്ഞാൽ ഇറ്റ് വീഴുക അല്ലെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുക എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു നൂർ, ഒരു തെളിച്ചം അല്ലെങ്കിൽ ഒരു പ്രകാശം ഇങ്ങനെ എപ്പോഴും നമുക്ക് കാണാം. അപ്പോൾ അത്രയും എന്താ പറയുക, ആകർഷണീയമായിട്ടുള്ളൊരു മുഖം. പിന്നെ മുഹ്സെ ഷഹദ് ഝർന. മുഹ്സെ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഷഹദ് എന്ന് പറഞ്ഞാൽ തേൻ എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരം, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരം നല്ല തേനൂറുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളോടും ഒരുപോലെ അവർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനമൊക്കെ കൊടുത്ത് എല്ലാ പ്രായക്കാരോടും വളരെ മാന്യമായിട്ടുള്ള, വളരെ മര്യാദയോട് കൂടിയിട്ടുള്ള സംസാരം. അതാണ് മുഹ്സെ ഷഹദ് ഝർത്ത. വായിൽ നിന്ന് തേനിറ്റ് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് വളരെ മാന്യമായിട്ട്, വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള സംസാരം. भले मानसों के बोलने चालने बैठने उठने के कायदे की पूरी पाबंदी करते वह. ഇനി ഭലേ മാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ്ജനങ്ങൾ, നല്ല വ്യക്തികൾ. അപ്പോൾ നല്ല വ്യക്തികളോട്, നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരോട്, പ്രായഭേദമന്യേ നല്ല മനുഷ്യരോട്, ബോൽനെ ചാലിനെ സംസാരിക്കുന്നതിൽ, അതുപോലെ ബൈഠ്നെ ഉഠ്നെ അവരുടെ മുമ്പിൽ ഇരിക്കുന്നത്, നിൽക്കുന്നത്, അതൊക്കെ അതിൻ്റെയൊക്കെ കായത എന്ന് പറഞ്ഞ രീതി. അപ്പോൾ നല്ല വ്യക്തികളോട് അല്ലെങ്കിൽ ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുന്നതും അവരുടെ മുമ്പിൽ ഇരിക്കുന്നതും നിൽക്കുന്നതും അവരോട് പെരുമാറുന്ന രീതികളൊക്കെ അദ്ദേഹം വളരെ പാബന്തി കർത്തേ, പാബന്തി എന്ന് പറഞ്ഞാൽ പാലിക്കുക, വളരെ അതിലൊക്കെ അദ്ദേഹം വളരെയധികം അച്ചടക്കം പാലിച്ചിട്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രായം കൂടുതലുള്ളവരോടും അല്ലെങ്കിൽ തൻ്റെ പ്രായത്തിലുള്ളവരോടും തന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടും ഒക്കെ സുഭാൻ ദാദ വളരെ മാന്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നതും സംസാരിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, എല്ലാം കൊണ്ടും നല്ല രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം നല്ലൊരു മനുഷ്യനായിരുന്നു സുഭാൻ ഖാൻ, അല്ലെങ്കിൽ ഈ കുട്ടി വിളിക്കുന്ന പോലെ സുഭാൻ ദാദ. किंतु बचपन में मुझे सबसे अधिक भाती उनकी सुफेद चमकती हुई धाड़ी से. ഇനി കുട്ടി പറയാണ്, ബച്പൻ മേം, കുട്ടിക്കാലത്ത്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്, സബ്സെ അധിക് ഭാത്തി, എനിക്ക് ഏറ്റവും ഇഷ്ടം, ഉൻകി വഹ് സുഫേദ് ചമക്തി ഹുയി ധാടി, സുഭാൻ ദാദയുടെ സുഫേദ് വെളുത്ത, ചമക്തി നല്ല തിളങ്ങുന്ന ധാടി, ആ താടിയായിരുന്നു. അപ്പോൾ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം സുഭാൻ ദാദയുടെ ആ വെളുത്ത് ഇടതൂർന്ന ആ ഭംഗിയുള്ള താടിയോടായിരുന്നു. നമാസ് കെ വക്ത് कमर में धारीदार लुंगी और शरीर में सादा कुर्ता पहन, घुटने ठेक दोनों हाथ छाती से ज़रा ऊपर उठा, आधी आंखें मूंद कर जब वह कुछ मंत्र सा पढ़ने लगते, मैं विस्मय विमुग्ध होकर उन्हें देखता रह जाता. എന്താ പറയുന്നത്? നമാസ് കെ വക്ത്, നമാസ് നമസ്കരിക്കുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ സുഭാൻ ദാദ നമാസ് കെ വക്ത്, നമസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കമർ മേം ധാരീദാർ ലുങ്കി, അദ്ദേഹത്തിൻ്റെ അരയിൽ ധാരീദാർ ലുങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉള്ള ഒരു ലുങ്കി അദ്ദേഹം ഉടുത്തിട്ടുണ്ടാവും. ശരീർ മേ സാദ കുർത്ത, ശരീരത്തിൽ കുർത്ത ഷർട്ട്, പഹൻ അണിഞ്ഞിട്ടുണ്ടായിരിക്കും. ഗുഠ്നെ ടേക്ക്, എന്നിട്ടോ അദ്ദേഹം എങ്ങനെ നമസ്കരിക്കുന്നത്? ഗുഠ്ന എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ ടേക്ക് മടക്കി, നിസ്കരിക്കാനിരിക്കുന്ന ആ ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ കാൽമുട്ടുകൾ മടക്കി, ദോനോം ഹാത്ത്, രണ്ട് കൈകളും, ഇരു കൈകളും, ഛാത്തീസേ അതായത് നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന്, സര ഊപ്പർ ഉട അല്പം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കണ്ടിട്ടില്ലേ മുസ്ലിം വ്യക്തികളൊക്കെ നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന രീതി, കൈകളിങ്ങനെ ഒരുപാട് ഉയർത്തില്ല, നെഞ്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചും കണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട്. അപ്പം ഇരു കൈകളും നെഞ്ചിൽ നിന്ന് അല്പം, അതാണ് സര ഊപ്പർ, അല്പം മുകളിലേക്ക് ഉയർത്തി. ആധി ആംഖെ മൂന്തുകർ, ആധി ആംഖ് കണ്ണുകൾ, ആദി മൂന്തുകർ പകുതി അടച്ചിട്ട്, ഇത് പൂർണ്ണമായിട്ട് ഇങ്ങനെ അടച്ചിട്ടുണ്ടാവില്ല, കണ്ണുകൾ ഇങ്ങനെ കുറച്ചിങ്ങനെ തുറന്നിട്ടുള്ള രൂപത്തിൽ. അപ്പോൾ അതാണ് കണ്ണുകൾ പകുതി അടച്ച്. വഹ് കുച്ച് മന്ത്ര സാ പഠനയിലകത്ത്, അദ്ദേഹം കുച്ച് മന്ത്ര, എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ പഠനയിലകത്ത് അങ്ങനെ ചൊല്ലുന്നത് കാണാം. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം നമസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമസ്കരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, കണ്ണുകൾ പകുതി അടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേൾക്കാം. മേ വിസ്മയ് വിമുഗ്ധ ഹോക്കർ ഉനേ ദേഖ്ത, ഇത് കാണുമ്പോൾ കുട്ടിയായിരുന്ന ഞാൻ വിസ്മയ് വിമുഗ്ധ ഹോക്കർ, വിസ്മയത്തോടെ ആശ്ചര്യത്തോടെ, ഉനേ ദേഖ്ത സുഭാൻ ദാദയെ നോക്കി അങ്ങനെ നിന്നുപോകും. മുജെ ഐസ മാലു ഹോത്ത, അപ്പോൾ ഇത് കാണുമ്പോൾ മുജെ എനിക്ക്, ഐസ മാലു ഹോത്ത ഇങ്ങനെ തോന്നും. സുഭാൻ ദാദ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, സച്ച് മുച്ച് ഉൻകെ അല്ലാഹ്
വഹാം ആകയെ ഹെ. എനിക്ക് എന്താ തോന്നാറ്, സച്ച്മുച്ച് വാസ്തവത്തിൽ ഉൻകെ അള്ളാഹ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അള്ളാഹു വഹാം ആകയെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ കുട്ടിയായിരുന്നു, എനിക്കതൊക്കെ വിസ്മയമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്രയും ആ പ്രാർത്ഥനയിൽ അങ്ങനെ ലയിച്ച് മുഴുകിയാണത് ആ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിസ്മയിച്ചു പോകും, അത്ഭുതപ്പെട്ടു പോകും. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അള്ളാഹു വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. दादा की झपकती आंखें उन्हें देख रही है और ये होंठों की बातें उन्हीं से हो रही है. ഉൻകെ ഹോണ്ട്, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഉനീം സേ ഹോ രഹി, അള്ളാഹു കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്നൊക്കെ ഞാൻ വിസ്മയ വിമുഗ്ധ ഹോക്കർ ദേഖത്ത, വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. एक दिन बचपन के आवेश में मैंने उनसे पूछ भी लिया. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ നമസ്കാരം പ്രാർത്ഥന കണ്ട് ഏക് ദിൻ, ഒരു ദിവസം, ബച്പൻ കെ ആവേശ്, കുട്ടിക്കാലത്തെ ആ കുട്ടിയായിരുന്ന ആ കുട്ടിപ്രായത്തിൻ്റെ ആവേശത്തിൽ, മേനെ ഉൻസെ പൂച്ച് ഭീലിയ, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പൂച്ച് ഭീലിയ, ചോദിക്കുക തന്നെ ഉണ്ടായി. എന്ത്? സുബാൻ ദാദാ ആപ്നെ കബി അല്ലാഹു കോ ദേഖാ ഹെ. കുട്ടിയായിരുന്നു ഞാൻ എന്താ അദ്ദേഹത്തോട് ചോദിച്ചത്? സുബാൻ ദാദാ ആപ്നെ കബി അല്ലാഹു കോ ദേഖാ ഹെ, അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ക്യാ കഹ് രഹേ ഹോ ബബുവ. അപ്പോൾ അദ്ദേഹം എന്നോട് എന്ത്? ക്യാ കഹ് രഹേ ഹോ ബബുവ, എന്താ മോനെ നീ പറയുന്നത്? ഇൻസാൻ ഇൻ ആംഖോ സെ അല്ലാഹ് കോ ദേഖ് നഹീ സക്ത. ഇൻസാൻ, ഒരു മനുഷ്യന് അവൻ്റെ ആംഖോംസെ, കണ്ണുകൾ കൊണ്ട്, അള്ളാഹ് കോ ദേഖ് നഹീ സക്ത, അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. മുജെ ധോക്ക മത് ദീജിയേ ദാദ. അപ്പം ഞാൻ എന്താ പറഞ്ഞത് സുബാൻ ദാദയോട്? മുജെ ധോക്ക മത് ദീജിയേ ദാദ. മുജെ ധോക്ക, ധോക്ക എന്ന് പറഞ്ഞാൽ പറ്റിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ധോക്ക മത് ദീജിയെ, എന്നെ പറ്റിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കല്ലേ സുബാൻ ദാദ. മേ സബ് ദേഖ്താഹു, ഞാനൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്നും കാണുന്നുണ്ടല്ലോ. ആപ് റോസ് ആദി മൂന്തി ആങ്കോസെ ഉനെ ദേഖ്തേ ഹെ. ആപ് റോസ്, അങ്ങ് റോസ് എന്നും, ആധി മൂന്തി ആങ്കോംസെ, പകുതി അടഞ്ഞ കണ്ണുകളോടെ, ഉനെ ദേഖ്തേ ഹെ, അള്ളാഹുവിനെ കാണുന്നുണ്ടല്ലേ. ഉൻസെ ബുദ്ബുദാക്കർ ബാത്തേം കർത്തേ ഹെ. ഉൻസെ, അള്ളാഹുവിനോട്, ബുദ്ബുദാക്കർ, ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മന്ത്രിക്കുന്ന രൂപത്തിൽ, ബാത്തേം കർത്തേ ഹെ, എന്തൊക്കെയോ പറയുന്നതും ഞാൻ കാണുന്നുണ്ട്. ഹാ ഹാ മുझे ചക്മ ദേ രഹേ ഹെ ആപ്. സുബാൻ ദാദാ നിങ്ങൾ എന്നെ ചക്മ ദേ രഹേ ഹെ, പറ്റിക്കുകയാണ്, എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് ഇങ്ങനെയൊക്കെ എന്ന് കുട്ടിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. മേ ഉൻസെ ബാത്തേം കരൂങ്ക മേരി ഐസി തക്ദീർ കഹാ. അപ്പം എന്നോട് സുബാൻ ദാദ എന്താ അതിന് മറുപടി പറഞ്ഞതെന്നോ? മേ ഉൻസെ ബാത്തേം കരൂങ്ക, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുമോ, അള്ളാഹുവിനോട് സംസാരിക്കുമോ? മേരി ഐസി തക്ദീർ കഹാ. ഐസി തക്ദീർ, അതിനുള്ള തക്ദീർ, ഭാഗ്യം, മുജെ കഹാ, എനിക്കെവിടെ, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കേ. ഐസി തക്ദീർ, അതിനുള്ള ഭാഗ്യം, മുജെ കഹാ, എനിക്കെവിടെ, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ. സിർഫ് റസൂൽ കി ഉൻസെ ബാത്തേ ഹോത്തി തി. അള്ളാഹുവിനോട് സംസാരിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? റസൂൽ, റസൂലിന് മാത്രം. റസൂൽ ഉൻസെ ബാത്തേ ഹോത്തി, റസൂലിന് മാത്രമേ ഉൻസെ ബാത്തേ ഹോത്തി, അള്ളാഹുവിനോട് ബാത്തേ ഹോത്തി, സംസാരിക്കാൻ കഴിയൂ മോനെ എന്ന് സുബാൻ ദാദ എൻ്റെ അടുത്ത് പറഞ്ഞു. യേ ബാത്തേം ഖുറാൻ മേ ലിഖി ഹേ. ഈ കാര്യങ്ങളൊക്കെ ഖുറാൻ മേ ലിഖി ഹേ, ഖുറാനിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിന് മാത്രമാണ് ആരോട് സംസാരിക്കാൻ കഴിയൂ? അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഖുറാനിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അച്ഛാ ദാദാ ക്യാ ആപ്കെ റസൂൽ സാഹബ് കി ബി ധാടി ദി. അപ്പോൾ ഞാൻ കുട്ടി ആയിരുന്നു, ഞാൻ പറഞ്ഞു അച്ഛാ ദാദാ, ശരി സുബാൻ ദാദാ, ക്യാ ആപ്കെ റസൂൽ സാഹബ് കി ബി ധാടി ദി. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, അല്ല സുബാൻ ദാദാ, ആപ്കെ റസൂൽ സാഹബ്, നിങ്ങൾ ഈ പറയുന്ന റസൂൽ സാഹബ് ഉണ്ടല്ലോ, ആ റസൂൽ സാഹബിനും ഇതുപോലെ ധാടി ദി, നല്ല നീണ്ട താടി ഉണ്ടായിരുന്നോ? ഹാ ഹാ ധീ. അപ്പോൾ സുബാൻ ദാദ എന്നോട് പറഞ്ഞു, ഹാ ധീ, പിന്നെ ഉണ്ടായിരുന്നു. ബഡി ഖൂബ്സൂരത്ത് ലംഭി സുൻഹലി ധാടി. റസൂലിൻ്റെ താടി എങ്ങനെയായിരുന്നു? ബഡി ഖൂബ്സൂരത്ത്, ഖൂബ്സൂരത്ത് മനോഹരമായിട്ടുള്ള, ലംഭി നീളമുള്ള, സുൻഹലി നല്ല സ്വർണ്ണ നിറമാർന്നിട്ടുള്ള,
നല്ല മനോഹരമായ നീളമുള്ള സ്വർണ്ണ നിറമായിരുന്ന താടിയായിരുന്നു ആർക്കുണ്ടായിരുന്നു? റസൂലിന്. ഉൻകി ധാടി കെ കുച്ച് ബാൽ മക്ക മേ രഖേ ഹെ. മാത്രമല്ല ഉൻകി ധാടി, റസൂലിൻ്റെ താടിയിലെ കുച്ച് ബാൽ, കുറച്ച് രോമങ്ങൾ, താടി രോമങ്ങൾ മക്കയിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്രേ. ഹം അപ്പനെ തീർത്ഥ് മേ ഉൻ ബാലോം കെ ബി ദർശൻ കർത്തെ. ഹം അപ്പനെ തീർത്ഥ് മേ, ഞാൻ എപ്പോഴെങ്കിലും തീർത്ഥ്, ഇങ്ങനെ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഉൻ ബാലോം കോ, ആ റസൂലിൻ്റെ ബാൽ, ആ താടി രോമങ്ങൾ ദർശൻ കർത്തെ, കാണും, അല്ലെങ്കിൽ എനിക്കും അതിനുള്ള അവസരം ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും മക്കയിൽ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഞാനും റസൂലിൻ്റെ ആ താടി പോയി കാണും എന്ന് സുബാൻ ദാദ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ബഡാ ഹോനെ പർ ജബ് മുझे ധാടി ഹോങ്കി मैं भी ധാടി രഖൂംഗ. ബഡാ ഹോനെ പർ, വലുതാവുമ്പോൾ മുझे ധാടി ഹോങ്കി, എനിക്കും ഇതുപോലെ താടി വരും. അപ്പോൾ मैं भी ധാടി രഖാവൂങ്ക, ഞാനും ഈ റസൂലിനെ പോലെ അല്ലെങ്കിൽ സുബാൻ ദാദയുടെ പോലെ ധാടി രഖാവൂങ്ക, താടി വയ്ക്കും. ഖൂബ് ലംബി ധാടി, എങ്ങനെയുള്ള താടി? ഖൂബ് ലംബി ധാടി, നല്ല നീണ്ട താടി. അപ്പോൾ സുബാൻ ദാദയുടെ പോലെ അല്ലെങ്കിൽ റസൂലിൻ്റേതുപോലെ നല്ല നീണ്ട മനോഹരമായ ഒരു താടി വലുതാകുമ്പോൾ ഞാനും വയ്ക്കും എന്ന് കുട്ടിയായ ഞാൻ ആരോട് പറഞ്ഞു? സുബാൻ ദാദയുടെ അടുത്ത് പറഞ്ഞു. സുബാൻ ദാദാനെ മുझे ഉഠാക്കർ ഗോദ് മേ ലേ ലിയ. അപ്പോൾ സുബാൻ ദാദ എന്നെ ഉഠാക്കർ, എടുത്ത് ഗോദ് മേ ലേ ലിയ, മടിയിൽ വെച്ചു. ഫിർ കന്ധേ പർ ചഠാക്കർ ഇധർ ഉധർ ഘുമായ. പിന്നീട് കന്ധേ പർ ചഠാക്കർ, കന്ധ ചുമല്, പിന്നെ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് ഇധർ ഉധർ ഘുമായ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. തരഹ് തരഹ് കി ബാത്തേം സുനായി. എന്നിട്ട് ചുമലിലെടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് തരഹ് തരഹ് കി ബാത്തേ സുനായി, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു. കഹാനിയാ കഹി, പല കഥകൾ പറഞ്ഞു തന്നു. മേരാ മൻ ബഹലാക്കർ വഹ് ഫിർ അപ്നെ കാം മേ ലഗ് ഗയേ. എന്നിട്ടോ മേരാ മൻ ബഹലാക്കർ, എൻ്റെ മനസ്സിനെ കുറേ ബഹലാക്കർ, ആനന്ദിപ്പിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട്, ഫിർ അപ്നെ കാമുമേ ലഗ് ഗയേ, അദ്ദേഹത്തിൻ്റെ കാം, ജോലിയിൽ ലഗ് ഗയേ, മുഴുകി. അപ്പോൾ കുറേ നേരം അദ്ദേഹം എന്നെ മടിയിലെടുത്ത് വെച്ചു, പിന്നെ കുറച്ച് നേരം ചുമലിലെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, എന്നെ കുറേ കഥകളും മറ്റും കേൾപ്പിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തുടർന്നു. मुझे मालूम होता था काम और अल्लाह ये ही दो चीज़ें संसार में उनके लिए सबसे प्यारी है. मुझे मालूम होता था, അപ്പോൾ എനിക്ക് മാലൂം ഹോത്താത, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്? കാം ഔർ അള്ളാഹ്, കാം ജോലിയും അള്ളാഹ് അള്ളാഹുവുമാണ്, ഈ രണ്ടുമാണ് സൻസാർമേ ഈ ലോകത്ത് വച്ച് ഉൻകേലിയെ സബ്സെ പ്യാരി, സുബാൻ ദാദയ്ക്ക് സബ്സെ പ്യാരി ഏറ്റവും പ്രിയപ്പെട്ടവ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈശ്വരഭക്തി വളരെയുള്ള മനുഷ്യനാണ്, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയും ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ആ കുട്ടിപ്രായത്തിലും ഞാൻ മനസ്സിലാക്കിയത്, ഈ ലോകത്ത് അദ്ദേഹത്തിന് ദോ ചീസ്, രണ്ട് വസ്തുക്കളാണ് സബ്സെ പ്യാരി, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സബ്സെ പ്യാരി, ഏറ്റവും പ്രിയപ്പെട്ടവയായിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു ആ രണ്ട് കാര്യങ്ങൾ? കാം, ഒന്ന് ജോലിയും, ദൂസര അള്ളാഹ്, മറ്റൊന്ന് അള്ളാഹുവും. അപ്പോൾ അള്ളാഹുവും പിന്നെ താൻ ചെയ്യുന്ന ജോലിയും, ഇത് രണ്ടുമാണ് സുബാൻ ദാദയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. काम करते हुए അള്ളാഹ കോ നഹീം ഭൂൽത്തേ ദേ. കേട്ടോ, കാം കർത്തേ ഹുവേ, ജോലി എടുക്കുമ്പോഴും അദ്ദേഹം അള്ളാഹ് കോ നഹീം ഭൂൽത്തേ, അള്ളാഹുവിനെ മറക്കാറില്ല. പണിയെടുത്തോണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ പണിയെടുക്കുമ്പോഴും അദ്ദേഹം അള്ളാഹുവിനെ മറക്കാറില്ല. അള്ളാഹ് ഉസേ ഫുർസത്ത് പാക്കർ ഫിർ ജട്ട് കാം ജുട്ട് യാ നീ കാം യാ ഫുർസത്ത് പാക്കർ, ഫുർസത്ത് സമയം കിട്ടുമ്പോൾ, ജോലിക്കിടയിൽ കുറച്ച് വിശ്രമ സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാ പറയുന്നത് ഫുർസത്ത് പാക്കർ, സമയം കിട്ടുമ്പോൾ അദ്ദേഹം അള്ളാഹുക്കോ പ്രാർത്ഥന കർത്തെ, ജോലിക്കിടയിൽ സമയം കിട്ടുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ പ്രാർത്ഥിക്കും. എന്നിട്ടോ അത് കഴിഞ്ഞാൽ കാം മേം ജുട്ട്, വീണ്ടും ജോലിയിൽ നിന്ന് അദ്ദേഹം തൻ്റെ ജോലിയിൽ പ്രവേശിക്കും. പിന്നെ പവിത്ര കാര്യ സമച്തേ, ഇത് രണ്ടുമാണ് അദ്ദേഹം തൻ്റെ പവിത്രമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിരുന്നു. ബഡേ മസേ മേ ഡുബ്കിയാം ലഗാ സക്തേ ദേ ചുബ്കിയ ലേ സക്തേ ദേ. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജോലിയോടും അതുപോലെ തന്നെ അള്ളാഹുവിനോടും അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനയോടും രണ്ടിനോടും വളരെയധികം ആത്മാർത്ഥത കാണിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് കുട്ടിയായിരുന്ന ഞാൻ മനസ്സിലാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്.
കഥയിലെ കുട്ടിയായിട്ടുള്ള കഥാപാത്രം. മുതിർന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണത് കേട്ടോ. അപ്പോൾ കുട്ടിപ്രായത്തിൽ ഞാനിത് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാനീനെ കഹ, നാനി മുത്തശ്ശി ഒരു ദിവസം, അതായത് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരു ദിവസം മുത്തശ്ശീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സബേരെ നഹ ഖാലോ, സബേരെ ഇന്ന് രാവിലെ തന്നെ, നഹ ഖ ലോ, നഹ കുളിച്ച്, ഖ ആഹാരം കഴിച്ച് വരൂ. അപ്പോൾ മുത്തശ്ശി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ നേരത്തെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് റെഡി ആയിക്കൊള്ളൂ. തുമേ ഹുസൈൻ സാഹബ് കെ പൈക്ക് മേം ജാനാ ഹോഗ. എന്തിനു വേണ്ടിയിട്ടാണെന്നോ, ആജ് ഇന്ന്, തുമേ നിന്നെ, ഹുസൈൻ സാഹബിൻ്റെ പൈക്ക്, പൈക്ക് എന്ന് പറഞ്ഞാൽ ജാറം. ഈ ഇസ്ലാം മതത്തിലുണ്ടാവല്ലോ ഈ പുണ്യ വ്യക്തികളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധി എന്ന് പറയും നമ്മൾ ഹിന്ദുസിൻ്റെ ഇടയിൽ സമാധി. അതിൻ്റെ എന്താ പറയുക, ഇസ്ലാം അല്ലെങ്കിൽ ഈ മുസ്ലിം മതത്തിൽ അതിന് പറയുന്ന പേരാണ് പൈക്ക്, ജാറം. അപ്പോൾ മുത്തശ്ശി എന്നോട് പറഞ്ഞു, ഇത് രാവിലെ നേരത്തെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് റെഡിയായിട്ട് നിൽക്കുക. ഇന്ന് നിന്നെ ഹുസൈൻ സാഹബ്, അപ്പോൾ ഏതോ ഒരു പുണ്യ വ്യക്തിയായിരുന്നു ഈ ഹുസൈൻ സാഹബ്, ഇന്ന് നിന്നെ ഹുസൈൻ സാഹബിൻ്റെ പൈക്ക്, ജാറം കാണാനായിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകും. സുഭാൻ ഖാൻ ആത്തേ ഹി ഹോങ്കെ, കൊണ്ടുപോകാൻ ആരാ വരിക, സുഭാൻ ഖാൻ ആത്തേ ഹി ഹോങ്കെ വരും. അപ്പോൾ സുഭാൻ ഖാൻ വരുമ്പോഴത്തേക്കും കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ട് നിൽക്കാൻ മുത്തശ്ശി പറഞ്ഞു. ജാനെ കിത്തനെ ദേവതാവോ കി മനൗത്തി കെ ബാദ് മാം നെ മുझे പ്രാപ്ത് കിയാ ഥ. ഇങ്ങനെ ഹുസൈൻ സാഹിബിൻ്റെ ഈ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിത്തനെ ദേവതാവോം കി മനൗത്തി കെ ബാദ്, അതായത് എത്രയോ ദൈവങ്ങളെ മനൗത്തി നേർച്ചയിട്ടിട്ട്, എത്രയോ ദൈവങ്ങൾക്ക് നേർച്ചയിട്ടതിന് ശേഷമാണത്രേ മാം നെ മുझे പ്രാപ്ത് കിയ, അമ്മയ്ക്ക് എന്നെ കിട്ടിയത്. അപ്പോൾ കുട്ടികളില്ലാതിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ എത്രയോ ദൈവങ്ങൾക്ക് മനൗത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേർച്ച, വഴിപാട്. അപ്പോൾ എത്രയോ ദൈവങ്ങൾക്ക് നേർച്ചയും വഴിപാടുമൊക്കെ ചെയ്തിട്ടാണ് എന്നെ കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചത്. ഉന്മേം ഏക്ക് ഹുസൈൻ സാഹബ് ഭീധേ. അപ്പം അമ്മ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ നേർച്ചയിട്ട ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹുസൈൻ സാഹബും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹുസൈൻ സാഹബിൻ്റെ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ കൂട്ടത്തിൽ, ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഹുസൈൻ സാഹബും ഉണ്ടായിരുന്നു. 9 साल की उम्र तक जब तक जनेऊ नहीं हो गया था. മാത്രമല്ല 9 साल की उम्र तक, 9 साल 9 വയസ്സ്. അപ്പോൾ 9 വയസ്സ് വരെ എന്നെ ജനേവു നഹി ഹോ ഗയാ. ജനേവു എന്ന് പറഞ്ഞാൽ പൂണൂല്. ഇവർ ബ്രാഹ്മണന്മാരാണ്, ഈ കുട്ടി ബ്രാഹ്മണരാണ്. അപ്പോൾ 9 വയസ്സ് വരെ എന്നെ പൂണൂല് അണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മുഹറം കെ ദിൻ മുസൽമാൻ ബച്ചോं की तरह मुझे भी താജിയെ കെ ചാരോം ഓർ രംഗീൻ ഛടിയിലേക്കർ കൂദന പടാ ഹെ. മാത്രമല്ല മുഹറം ഇസ്ലാം മതത്തിൽ, മുസ്ലിം മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ മുഹറം. അപ്പോൾ മുഹറം വരുന്ന ദിവസം മുസൽമാൻ ബച്ചോം കി തരഹ്, മുസൽമാന്മാരായ ബച്ചോം കി തരഹ് കുട്ടികളെപ്പോലെ, മുജേബി എന്നെയും, താജിയേക്ക് ചാരോം ഓർ ഇതുപോലുള്ള താജിയേക്ക് ഈ സമാധി അഥവാ ജാറം അതിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് രംഗീൻ ഛടിയിലേക്ക്, രംഗീൻ നല്ല കളർഫുള്ളായിട്ടുള്ള ഛടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം വടി. അപ്പോൾ അവരുടെ മതപരമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നബിദിനത്തിനൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികൾ ഇങ്ങനെ ഓരോ വടിയൊക്കെ ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ റോട്ടിലൂടെ പോകുന്ന കാഴ്ച കണ്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ മുഹറത്തിൻ്റെ അന്ന് മുസ്ലിം കുട്ടികളെ പോലെ എന്നെയും ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ട് വീട്ടുകാർ വിട്ടിരുന്നു. അങ്ങനെ ഈ നല്ല കളർഫുള്ളായിട്ടുള്ള വടിയൊക്കെ എടുത്ത് ഞാൻ അവിടെ ഈ ആഘോഷത്തിൽ കൂദിന പട, ചാടി മറിഞ്ഞ് അല്ലെങ്കിൽ ആഘോഷത്തോടെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർ ഗലെ മേ ഗണ്ടേ പഹന്നെ പടേ. മാത്രമല്ല എനിക്ക് ആ സമയത്ത് ഗലെ, എൻ്റെ കഴുത്തിൽ ഗണ്ട എന്ന് പറഞ്ഞാൽ മന്ത്രച്ചരട്. അപ്പോൾ മന്ത്രച്ചരടൊക്കെ പഹന്നെ പടേ അണിയേണ്ടി വന്നിട്ടുണ്ട്. മുഹറം ഉൻ ദിനോ മേരെ ലിയേ കിത്തനി ഖുഷി കാ ദിൻ താ. ഇനി മുഹറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുഹറം എന്ന ദിവസം എനിക്ക് കിത്തനി ഖുഷി കാ ദിൻ, വളരെ സന്തോഷം പകർന്നു തരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം നയെ കപ്പിട പഹന്ന, അന്നത്തെ ദിവസം എനിക്ക് നയെ കപ്പിട പഹന്ന, പുതിയ വസ്ത്രം അണിയാൻ കഴിയാറുണ്ട്. അപ്പോൾ മുസ്ലിം കുട്ടികളെ പോലെ തന്നെ എനിക്കും അന്ന് പുതിയ വസ്ത്രം അണിയാൻ പറ്റാറുണ്ട്. ഉചൽന കൂദിന, ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഉചൽന കൂദിന, ചാടി മറിയാൻ അല്ലെങ്കിൽ ആഘോഷം കൊണ്ട് ആ കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ എന്താ പറയുക ആഘോഷിച്ച് തിമിർക്കാൻ എനിക്ക് പറ്റിയിരുന്നു. നയെ ചെഹരെ അവർ തരഹ് കെ ഖേൽ ദേഖന, അന്ന്
ആ മുഹറത്തിൻ്റെ അന്ന് ഇങ്ങനെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നയേ നയേ ചെഹ്രെ, പുതിയ പുതിയ മുഖങ്ങൾ, അതായത് പുതിയ പുതിയ ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. തരഹ് തരഹ് കെ ഖേൽ, പല പല പുതിയ പുതിയ ഓരോ കളികൾ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധൂം ധമക്കട് മേ കിസ് തരഹ് ചാർ പഹർ ഗുസ് ജാത്ത, ധൂം ധമക്കട്, അങ്ങനെ ആകെ ആഘോഷിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഈ റാലി പോലെ ഇങ്ങനെ പോകുമ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങി, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർ പഹർ, വൈകുന്നേരം വരെ ഞാൻ ഗുസർ ജാത്ത്, ആഘോഷത്തിൽ അങ്ങനെ മുഴുകി പോയിക്കൊണ്ടിരുന്നു മുഹറത്തിൻ്റെ ഈ അവസരങ്ങളിൽ. इस मुहर्रम के पीछे जो रोमांचकारी, हृदय को पिघलाने वाली, കരുണാരസ സെ ഭരി ദർദ് അങ്കോജ് ഘടന ചിപ്പി. ഇനി മുഹറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുഹറം എന്ന ആഘോഷത്തിൻ്റെ പുറകിൽ ഒരു ഹൃദയക്കോ പിഘൽനെ വാലി, നമ്മുടെ ഹൃദയത്തെ അലിയിപ്പിക്കുന്ന കരുണരസ് ഭരി, കരുണരസം അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവം ചിപ്പീഹെ, ഒളിച്ചു കിടപ്പുണ്ട് അല്ലെങ്കിൽ മറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ മുഹറം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുഹറം എന്ന ആ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ആ മുഹറം എന്നൊരു ആഘോഷത്തിൻ്റെ പുറകിൽ ഹൃദയത്തെ അലിയിക്കുന്ന, മനസ്സിനെ അലിയിക്കുന്ന, നമ്മുടെ മനസ്സിന് വളരെ വേദനയുണ്ടാക്കുന്ന ഏക ഘടന, ഒരു സംഭവവും ചിപ്പീഹെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉൻ ദിനവും ഉസ്കി ഖബർ ബി കഹാംബി. അതുകൊണ്ട് ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അപ്പോൾ ഈ മുഹറം എന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയും എനിക്ക് മറക്കാനാവില്ല. ഇന്നിത്രയും മതി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ധന്യവാദം.